ആത്മീയ കുതിപ്പ്. അന്തസാരശൂന്യമായ ലൗകിക വ്യവഹാരങ്ങളിൽ ആസക്തനായിരിക്കുന്ന ഭൗതികവാദി തന്റെ ക്ഷണികമായ അസ്തിത്വത്തിന്റെ പരമലക്ഷ്യമായ അനന്തമായ ചൈതന്യവുമായുള്ള താദാത്മ്യത്തെ വിസ്മരിച്ച് കേവലമായ ശൂന്യതയിൽ അഭിരമിക്കുന്നു. ഇത്തരം അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന വ്യക്തിത്വം നിരന്തരമായ അല്ലാഹുവിന്റെ സ്മരണയുടെ അമൃതധാരയിൽ ലയിക്കേണ്ടതും അതിനുവേണ്ടി അക്ഷീണം യത്നിക്കേണ്ടതുമാണ്. അന്ധീകരണത്തിന്റെ ജാഗ്രതാവസ്ഥ ഒരു നിമിഷം പോലും ഭംഗം വരാതെ സൂക്ഷിക്കണം. ഹൃദയം ലൗകികമായ മാലിന്യങ്ങളാൽ കലുഷിതമാകാതെ സദാസമയം ആത്മീയമായ ഉണർവോടെ സ്പന്ദിക്കണം. ഒരിക്കൽ പോലും ആന്തരികമായ അറകളിൽ നിന്ന് അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം മാഞ്ഞുപോകാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ, കർമ്മങ്ങൾ, ചിന്തകൾ എന്നിവയെല്ലാം സർവജ്ഞനായ അല്ലാഹുവിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് എന്ന അചഞ്ചലമായ പ്രത്യയം ഓരോ അണുവിലും നിറയണം. അവന്റെ സന്നിധിയിൽ ഉരുവിടുന്ന മന്ത്രധ്വനികളും അനുഷ്ഠാനങ്ങളും അതീവ സൂക്ഷ്മതയോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാഭിയിൽ നിന്നുയർന്ന് ഹൃദയഗഹ്വരത്തിൽ അലയടിച്ച് കണ്ഠനാളത്തിലൂടെ സഞ്ചരിച്ച് ബോധമണ്ഡലത്തിൽ പ്രകാശിക്കണം. അനന്തരം ആ ദിവ്യാനുഭവം വീണ്ടും ഹൃദയത്തിൽ ശാശ്വതമായി പ്രതിഷ്ഠിക്കപ്പെടണം. ഓരോ ധ്യാനവും വ്യക്തിയുടെ ആന്തരികമായ വളർച്ചയുടെയും ഉന്നതിയുടെയും സൂചകമാകണം. മനസ്സിന്റെ സഹകരണമില്ലാത്ത ഏതൊരു ആത്മീയ പ്രക്രിയയും കേവലം ബാഹ്യമായ പ്രഹസനം മാത്രമാണ്. അത് ആന്തരികമായ പരിവർത്തനത്തിന് കാരണമാകില്ല. ഹാഷിം ഹംസ, അഡ്യാർ, കണ്ണൂർ. മൂക്കിലേറ്റ് അലിഫ് ലാമിൻ പൊരുളടാ, മുത്തിരത്നം ഹൂ ഉള്ളി നീറക്കെടാ, മുഷ്ക് മുട്ടാൻ വരുന്നോനിൽ കാട്ടെടാ, മുന്നിലുണ്ട് മുറബിയെന്നോർക്കെടാ. ഞാൻ ഇല്ലാതെയാകുമ്പോഴാണ് സമ്പൂർണ്ണത നേടുക. നീ എന്നത് അകൽച്ച സൂചിപ്പിക്കുന്ന ഭിത്തിയാണ്. നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ എന്നത് തീർത്തും അബദ്ധമാണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ അബദ്ധവും ഇവിടെയാണ്. പ്രപഞ്ചവും അതിലുള്ള യാതൊന്നിനും യഥാർത്ഥത്തിൽ ഉണ്മയില്ല, ഇല്ലായ്മ അതിന് നേരിട്ടിട്ടുണ്ട്. അത് എന്നു പറയാൻ പറ്റാത്ത വിധം ശൂന്യമായിരുന്നു. ശൂന്യതയ്ക്കു ശേഷം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം അനിവാര്യമാണ്. കാരണമില്ലാതെ കാര്യമുണ്ടാവുക പ്രപഞ്ച നിയമത്തിന് വിരുദ്ധമാണ്. കാര്യത്തിന്റെ കാരണത്തിന് കാരണമെന്ത് എന്ന ചോദ്യം. കാരണം പ്രപഞ്ചത്തിന്റെ ഭാഗമാകുമ്പോഴേ പ്രസക്തമാവുകയുള്ളൂ. കാരണം അപ്രപഞ്ചവും ആദ്യാന്ത്യമില്ലാത്തതും ശൂന്യത ഒരിക്കൽ പോലും അസംഭവ്യമായതുമാണ്. കാര്യം പ്രപഞ്ചവും ആദ്യാന്ത്യമുള്ളതും ശൂന്യതയുള്ളതുമാണ്. സർവശക്തനും ശൂന്യതയില്ലാത്തവനുമാണ് ഈ പ്രപഞ്ചത്തിന് കാരണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്മയുള്ളവൻ അവൻ മാത്രമാണ്. ഈ പൊരുളിലേക്ക് മനസ്സൂന്നിയാൽ യഥാർത്ഥത്തിൽ ഞാനുണ്ടെന്ന് പറയാൻ മാത്രം ഇല്ല എന്നതു ബോധ്യപ്പെടും. ഉള്ളവൻ അല്ലാഹു മാത്രം. അവന്റെ കുൻ എന്നതിൽ രൂപപ്പെട്ടവ മാത്രമാണ് എല്ലാം. ഈ രഹസ്യ കലവറയിൽ വിലയം പ്രാപിക്കുകയും സൃഷ്ടാവിന്റെ പ്രവർത്തനത്തിന്റെ പൊരുളുകൾ ബോധ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എല്ലാം നശിക്കുകയും സൃഷ്ടാവും സൃഷ്ടിയും രണ്ടില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് വഹദത്തുൽ വുജൂദ് അനുഭവ്യമാകുന്നത്. ഇവിടെയാണ് ചിലരൊക്കെ സുബ്ഹാനി, അനൽ ഹഖ് എന്നൊക്കെ ഉരുവിട്ടത്. വി കെ, അഡ്യാർ, കണ്ണൂർ. ഹിമ്മത്തുണ്ടെങ്കിൽ ഹമ്മ് വാരില്ലടാ, ഹാദിയിൽ ഇഖ്തിദാഉം വാരുത്തെടാ, ഹൂദ് നബിയെ നരപ്പിച്ചെടുത്തെടാ, ഹവയെ മൂക്കൂക്കായേറാൽ മേരുക്കെടാ. വത്ത് ശൈത്വാനിൽ ആഞ്ഞുന്നടിക്കെടാ, വസ്ന് അമലിൽ വരുത്താൻ ശ്രമിക്കെടാ, വസ്ഫ് മുത്തിന്റെ സിഫത്താൽ ഒപ്പിക്കെടാ, വജ്ഹ് ഷൈഖിൻ ഖദമിലേക്കെടാ. ജ്ഞാനോദയം അക്ഷരങ്ങൾ വഹിക്കില്ല. പദാർത്ഥത്തിന്റെ കൂടാരത്തിൽ ഞാൻ അടക്കപ്പെടുമ്പോൾ തീർത്തും അജ്ഞനാണ്. ശരി തെറ്റുകൾ സന്ദേശമായി നൽകപ്പെടുന്ന മാധ്യമങ്ങളും പദാർത്ഥഘടനയിൽ ഉള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സന്നിവേശിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ മനസ്സിലും ചിന്തയിലും വിവരങ്ങൾ പരത്തുന്നു. മനസ്സിൽ നിറയ്ക്കപ്പെട്ട ആശയങ്ങൾക്ക് അക്ഷരങ്ങളോ ഭാഷകളോ ശബ്ദങ്ങളോ ഇല്ല. അവ പുറന്തള്ളപ്പെടണമെങ്കിൽ ചിലപ്പോൾ ഇവ ആവശ്യമായി വരും. പലപ്പോഴും മനസ്സിലെ ആശയങ്ങളെ മുഴുവനായി ഉൾക്കൊള്ളിക്കാൻ ഭാഷകൾക്കും അക്ഷരങ്ങൾക്കും സാധിക്കണമെന്നില്ല. ശരീരഭാഷ ചിലപ്പോഴെങ്കിലും ഇതിന് സഹായകമായി നിൽക്കാറുണ്ട്. എങ്കിലും മനസ്സിനകത്തു ഉയർന്നുവന്ന ആശയങ്ങളെ മുഴുവനായി പുറന്തള്ളുന്നതിൽ ഭാഷകൾക്കുള്ള അപര്യാപ്തത പലപ്പോഴും നാം അനുഭവിക്കാറുണ്ട്. ഇതിനു കാരണം മനസ്സിനകത്തു നിറയ്ക്കപ്പെട്ട ആശയങ്ങൾക്ക് ഭാഷകളോ അക്ഷരങ്ങളോ ഇല്ല എന്നതുതന്നെയാണ്. പദാർത്ഥ ലോക കാര്യങ്ങൾ കൈമാറുന്നതിൽ അപര്യാപ്തത സംഗതമാണെങ്കിൽ ജ്ഞാനോദയം നൽകപ്പെടുന്നവയുടെ അവസ്ഥ എന്ത്? അല്ലാഹുവിന്റെ കലാമിന് അക്ഷരങ്ങളോ ശബ്ദങ്ങളോ ഇല്ല. ഇതുകൊണ്ടുതന്നെ അവ കേൾക്കുവാൻ പഞ്ചേന്ദ്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ ആവശ്യവുമില്ല. അല്ലാഹുവിന്റെ തിരുദാതിലെ ഗുണമാണ് കലാം. തിരുനബി യുടെ മോജിസത്തായ ഖുർആൻ അവയിൽപ്പെട്ടതാണ്.
ഇതു പക്ഷേ മാധ്യമം വഴി അറബി ഭാഷയിൽ അക്ഷരങ്ങളായി 23 വർഷം കൊണ്ട് അവതീർണമായതാണ്. അവ പ്രവാചകരുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടുകയും അവയുടെ ആശയങ്ങൾ, ഹിക്മത്ത്, അല്ലാഹു പ്രവാചകർക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകരുടെ 23 വർഷത്തെ ജീവിതത്തിലുടനീളം അവ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ആശയം പഠിപ്പിക്കുക എന്നതു മാത്രമല്ല ഖുർആനിന്റെ മുഖ്യലക്ഷ്യമെങ്കിൽ പോലും പ്രവാചകരിലൂടെയല്ലാതെ അത് പഠിച്ചെടുക്കാൻ സാധ്യമല്ല എന്നതാണ് ഇത് ബോധ്യമാക്കുന്നത്. ജ്ഞാനോദയം ലഭിച്ചവർക്കത് ബോധ്യപ്പെടുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുന്നത് അവസ്ഥകൾ തമ്മിലുള്ള അകൽച്ചയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ശാരീരിക വേദന അനുഭവപ്പെടാത്ത ഒരാളോട് വേർവേദനയുണ്ട് എന്ന് പറഞ്ഞാൽ അവനിക്കിതു ബോധ്യപ്പെടുകയില്ല. പിതാവിന്റെ വേർപാടിൽ അവൻ വേദനിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു മാനസിക വേദനയാണ് വയറുവേദന എന്നേ അവൻ മനസ്സിലാക്കൂ. വയറുവേദന എന്ന പദം ഒരിക്കലും വയറുവേദനയെ ഉൾക്കൊള്ളുന്നില്ല. അഗ്നി എന്നു പുസ്തകത്തിൽ എഴുതിയാൽ പുസ്തകം കത്തിപ്പോകാത്തതുപോലെ ഏടിലെ പശു പുല്ല് തിന്നൂല്ല എന്നൊരു ചൊല്ല് തന്നെയുണ്ടല്ലോ. അഡ്യാർ, കണ്ണൂർ. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ, തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ, തന്നെ തിരിവാളർക്കായി കൊടുക്കെടാ, താഴ്മയില്ലെങ്കിൽ തെണ്ടും കൂറപ്പെടാ. ഔലിയാക്കളെ തിരിച്ചറിയുന്നവർ. ഔലിയാക്കളുടെ തത്വം സുനിശ്ചിതമെങ്കിലും അവരെ പ്രത്യക്ഷമായി തിരിച്ചറിയാനുള്ള ശേഷി ദുർഘടമായ വ്യായാമമാണ്. അതിലേക്കുള്ള സൂക്ഷ്മപാതകൾ അവ്യക്തതയുടെ അന്തരാളങ്ങളിൽ നിഗൂഢമായിരിക്കുന്നു. ഈ അവ്യക്തതയുടെ ആവരണം ഭേദിക്കാൻ ഹൃദയത്തിന് ബസീറത്തിന്റെ അനിവാര്യതയുണ്ട്. എന്നാൽ ഈ ജ്ഞാനം സർവ്വസാധാരണമല്ല. പ്രത്യുത അല്ലാഹുവിന്റെ വിരളമായ തൗഫീക്കിന് പാത്രീഭൂതരായ ചിലർക്ക് മാത്രം സിദ്ധിക്കുന്നു. തന്മൂലം ഔലിയാക്കളെ ഔലിയാക്കൾക്ക് മാത്രമേ സൂക്ഷ്മമായി ഗ്രഹിക്കാൻ സാധിക്കൂ എന്ന ഗഹനമായ പ്രസ്താവം ഉദയം കൊള്ളുന്നു. ബാഹ്യമായ ആകാരസവിശേഷതകളെ മുൻനിർത്തി അവരെ നിർണയിക്കാനുള്ള ഉദ്യമം ഭൗതികവാദികളുടെ മിഥ്യാധാരണയാണ്. അദ്ഭുതപ്രകടനങ്ങൾ ഒരു സാധുവായ മാനദണ്ഡമല്ല. എന്തെന്നാൽ നിഷേധികളുടെ കർമ്മമണ്ഡലങ്ങളിലും അത്തരം അസാധാരണത്വങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രവാചകന്മാരെ സ്ഥിരീകരിക്കുവാൻ അവർക്ക് മുഅ്ജിസത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ നിഷേധികളുടെ കഴിവുകെടുത്തുമെന്ന് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഈമാനും തഖ്വയുമാണ് ഔലിയാക്കളുടെ മൗലികമായ സത്തയെന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ഈമാനിന്റെ ആഴവും അയാളുടെ ആരാധനയിലെ തഖ്വയുടെ ഗഹനതയും പൂർണ്ണമായി അപഗ്രഥിക്കുന്നത് മാനുഷിക ബുദ്ധിയുടെ പരിമിതികൾക്ക് അതീതമാണ്. പല ഔലിയാക്കളും തങ്ങളുടെ ലളിതമായ ബാഹ്യരൂപങ്ങളെ മുൻനിർത്തി നിശിതമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആകയാൽ അവരെ തിരിച്ചറിയാനുള്ള ഏകവും അനിഷേധ്യവുമായ മാർഗം അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തൗഫീക്കിന്റെ ലഭ്യത മാത്രമാണ് എന്ന് സിദ്ധിക്കുന്നു. ഹാഷിം ഹംസ്, അഡ്യാർ, കണ്ണൂർ. ജസദിലോടും ജീവൻ നീ കൊടുക്കെടാ, ജബലിലാണെന്ന ഭാവം നീ മാറ്റടാ, ജാഹ് തേടി ജനത്തെ കാണല്ലടാ, ജൗദശൈഖില്ലാതെ ലഭിക്കില്ലടാ. പ്രവാചകന്മാരിൽ ജദ്ബ് അസംഭവ്യം. മൺപേടകത്തിലെ ചാലകശക്തിയാണ് ഞാൻ. തെല്ലുപോലും പദാർത്ഥാംശം അതിലില്ല. തീർത്തും ആജ്ഞയുടെ അമറിന്റെ ഭാഗമാണ് ഇത്. രണ്ടു ലോകങ്ങളുടെ സങ്കലന പാത്രം. പതിത ഗുണമുള്ള ദേഹത്തിൽ അനിത്യത്തിന്റെ വിധാനത്തിൽ നിന്നുള്ള ദേഹി കുടികൊള്ളുന്നു. ചതുർധാതു സമ്മിശ്രയമാണ് ദേഹം. വെള്ളം, വായു, മണ്ണ്, അഗ്നി ഇവയാൽ ദേഹത്തെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇവയുടെ ഗുണങ്ങളെ ദേഹം വശീകരിക്കപ്പെടുന്നു. കാമം, ക്രോധം, മോഹം എന്നിവയാൽ ദേഹി സജ്ജമാണ്. ഇവയെല്ലാം പൂർണ്ണ മനുഷ്യനിലേക്കുള്ള യാത്രയിലെ കീറാമുട്ടുകളാണ്. ഇവയെ നിയന്ത്രണ വിധേയമാക്കി പ്രയാണം ചെയ്യുന്ന ഒരാൾ എത്തിപ്പെടുന്ന വിധാനമാണ് സമ്പൂർണ്ണ മനുഷ്യൻ എന്നത്. കഠിനാധ്വാനികൾക്ക് മാത്രം സാധ്യമാകുന്നതാണിത്. ഇതു സാധ്യമായതിനുശേഷം പഞ്ചസ്റ്റെപ്പുകൾ പിന്നിടാൻ കഴിയുന്നവരാണ് ഔലിയാക്കളിലെ ഉന്നതന്മാരിൽ ചിലർ. ഈ പ്രയാണത്തിനിടയിലെ ഒരു അവസ്ഥയാണ് ജദ്ബ്. 5ാം സ്റ്റെപ്പ് പ്രാപിക്കുന്നതിന് മുൻപ് കൂടിയോ കുറഞ്ഞോ ചിലരിൽ മാത്രം ഇത് കാണപ്പെടും. മാനസിക ബലമാണ് ഇവിടെ പരിഗണിക്കപ്പെടുക. പഞ്ചസ്റ്റെപ്പുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് നുബുവത്ത്. ഇത് പക്ഷേ കർമ്മവീര്യം കൊണ്ട് ലഭ്യമാകുന്നതല്ല, അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രം ലഭ്യമാകുന്നതാണ്. അതിനാൽ താഴ്ന്ന പദവിയിൽ സ്പർശിക്കേണ്ട ജദ്ബ് അവർക്ക് അസംഭവ്യമാണ്. ഹഖായിഖിന്റെ ലോകത്തിൽ നിന്നും ബസ്വീരത്തിലേക്ക് വെളിവാക്കപ്പെടുന്ന പുതുമകളിൽ ആകൃഷ്ടരായി വിഭ്രമാവസ്ഥ ബാധിക്കുന്നതിനാണ് സാങ്കേതികമായി ജദ്ബ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ ദാത്ത്, അഫാൽ, സ്വിഫാത്ത് ഇവയുടെ പൊരുളുകൾ ആവോളം ബസ്വീരത്ത് കൊണ്ട് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. നബി യുടെ ആകാശാരോഹണ വേളയിലെ ഹഖിന്റെ ദർശനം ബസ്വറും ബസ്വീരത്തും ചേർന്നാണെന്നും അതു മുഴുവനും നബി ഉൾക്കൊള്ളാതിരുന്നിട്ടില്ലെന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മൂസാ നബി ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് മുമ്കിനല്ലാത്ത ലോകത്ത് ബസ്വർ കൊണ്ടുള്ള കാഴ്ചയാണ്.
ബസ്വീരത്ത് കൊണ്ടുള്ള കാഴ്ച മൂസാനബി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വി കെ ഹാഷിം ഹംസ്, അഡ്യാർ, കണ്ണൂർ. ലോമത്തിൽ നീ താളം തെറ്റിയിടല്ലടാ, ലാ ഇലാഹ ഇല്ലല്ലാ പൊൻവിത്തടാ, ലോടായി നീ കേറ്റി മാറിക്കടാ, ലാഭമുള്ള തുജാറിൽ നീയാകടാ. മുദബ്ബിറുൽ ആലമും തദ്ബീറും. അപകടാഹങ്ങളുടെയും സൃഷ്ടാവും നീയന്താവും ഒരുവൻ മാത്രമാണ്. അവന്റെ അറിവിന്റെ ഉദ്ദേശത്തിന്റെയും ആജ്ഞയ്ക്ക് കീഴിലാണ് എല്ലാം. അവനോട് സമ്പൂർണമായോ ഭാഗികമായോ തുല്യത മറ്റൊരാൾക്കും ഇല്ല. അവനാണ് സൃഷ്ടാവെങ്കിൽ മറ്റെല്ലാം മാത്രമാണ്. അവൻ തന്റെ സൃഷ്ടികളോട് ഏറ്റവും ദയയും കൃപയുമുള്ളവനാണ്. അവനോട് സ്നേഹാനുസ്വരണമുള്ളവരെ അവനിലേക്ക് ചേർത്തുപിടിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാഫല്യമാകുന്നു. തന്റെ അധികാര നിയന്ത്രണങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരായി അവരോധിക്കുന്നു. എണ്ണമറ്റ മലക്കുകൾ അവന്റെ സൃഷ്ടിലോകത്ത് അദ്ഭുതം. അവരെല്ലാം അവന്റെ മുന്നിൽ ധ്യാനനിരതരാണ്. അവരിൽ ചിലരെ അവൻ മറ്റു ചിലരേക്കാൾ ആദരിച്ചു. പല നിയന്ത്രണാധികാരങ്ങളും ചുമതലയായി അവരെ ഏൽപ്പിച്ചു. ഉയരങ്ങൾ താണ്ടിയ മനുഷ്യരിൽ ചിലരെയും അവൻ പ്രത്യേകം തിരഞ്ഞെടുത്തു. ആദരവിന്റെ അടയാളങ്ങളായി പല നിയന്ത്രണങ്ങളും ചുമതല എന്ന നിലയിൽ തന്നെ അവരെയും ഏൽപ്പിച്ചു. എല്ലാം അവന്റെ ആജ്ഞയ്ക്ക് കീഴിൽ മാത്രം, അവന്റെ ആജ്ഞകൾ നടപ്പിലാക്കുന്ന ഭടന്മാർ എന്നർത്ഥം. ഈ വിധാനങ്ങൾക്കെല്ലാം മീതെ അത്യുത്തമരായ ചിലരുണ്ട്. കുൻ എന്ന സിംഹാസനമാണ് അവരുടെ ഇരിപ്പിടം. ഒരു കാര്യം വേണമെന്ന് വെക്കുവാനും വേണ്ടെന്ന് വയ്ക്കുവാനും അധികാരമുള്ളവരാണവർ. പ്രപഞ്ചത്തിലെ ഏതു കാര്യവും ചലിപ്പിക്കുവാനും നിശ്ചലമാക്കുവാനും കുൻ എന്ന വിധാനത്തിലുള്ളവർക്ക് സാധ്യമാകും. ഇവരുടെ അലങ്കാരനാമമാണ് മുദബ്ബിറുൽ ആലം. മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നു, ഓലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയാമെങ്കിലും നിർണിത വ്യക്തിയിലേക്ക് ചേർത്തു അത് പറയുമ്പോൾ അസാംഗത്യമുണ്ട്. കുൻ എന്ന വിധാനത്തിലുള്ളവരാകട്ടെ ഫേഗൂൻ എന്നതു ലഭിച്ചവരുമാണ്. ഹാഷിം ഹംസ്, അഡ്യാർ, കണ്ണൂർ. ഹുബ്ബ് ഹഖായി മുറബിയിൽ തീർക്കടാ, ഹൽവ പോലെ നുണച്ചിട്ടിറക്കടാ, ഹംദിലാടാൻ മുഹമ്മദിലലിയടാ, ഹോറിപ്പോലെ നിൻ റൂഹം തെളിഞ്ഞടാ.